ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോ GoPro9 ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. എൻ്റെ പിക്ചറാണ് ഇത് കാണുന്നത്. കാരണം നമ്മൾ ആ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചാലും അതിന് ശകലം പോലും ഈ പിക്ചറിന് മാറ്റം വരുന്നില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഇതിന് ശേഷം അവസാനം നമ്മൾ ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചതിന് ശേഷവും നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് അത് ഒട്ടിക്കേണ്ട വിധത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അഡ്വാൻസ് ചെയ്ത് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിൻ്റെ കവർ കീറി കളഞ്ഞു. അത് 1-ാം നമ്പർ 2-ാം നമ്പർ എന്നും പറഞ്ഞിട്ടുള്ള പേപ്പറുണ്ട്, മിനുക്കുന്ന പേപ്പറുകളാണ്. അത് വെച്ച് തുടച്ച് നമ്മൾ ആണ് ചില്ല് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ GoPro9 ക്യാമറയുടെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്ന ചെറിയൊരു കവറിങ് ഉണ്ട്. അത് പൊളിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യം 1-ാം നമ്പർ കവറിൽ നിന്ന് എടുത്തിട്ട് ഇത് അതിന് മുമ്പായിട്ട് തുടച്ചതിന് ശേഷം നമുക്ക് ചെയ്യാമെന്നാണ്, അല്ലെങ്കിൽ ശേഷം ചെയ്യാം. ഇത് നമ്മൾ ഗ്ലാസ് പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളും മറ്റും ഒട്ടിച്ച് നമുക്ക് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആ ഗ്ലാസ്സിൽ, ലെൻസിൻ്റെ ഗ്ലാസ്സിലാണ് ഒട്ടിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പൊളിച്ച് പൊക്കി എടുക്കും. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടികളും അംശങ്ങളും എല്ലാം അങ്ങ് മാറിപ്പോകുന്നത്. അങ്ങനെ നമുക്ക് നല്ല ക്ലിയറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ടെമ്പററി ഗ്ലാസ് ഒട്ടിച്ചാൽ നമുക്ക് വീണ്ടും പൊക്കിയെടുത്ത് വീണ്ടും ഒട്ടിക്കാൻ പറ്റത്തില്ല. അതിന് മുമ്പ് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളിതുപോലെ നല്ല ക്ലീനാക്കി വെക്കണം, എങ്കിലേ ശരിക്കും അത് ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുള്ളൂ. അങ്ങനെ നമ്മളത് ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഗ്ലാസ് ഇത് നമ്മൾ അപ്പുറം ഒട്ടിക്കുന്നുണ്ട്, അടുത്ത വീഡിയോ കാണിക്കും. ഇതിൻ്റെ ഇപ്പുറത്തെ ഗ്ലാസ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ് ഈ കാണിക്കുന്നത്. മറുവശ സ്ക്രീനാണിത്. അതായത് നമ്മൾ ലെൻസ് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതിനടുത്ത് നമ്മൾ 3-ാം നമ്പർ പേപ്പർ എടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിലുള്ള ടച്ച് സ്ക്രീനാണത്. ഈ ടച്ച് സ്ക്രീന് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1-ാം നമ്പർ പേപ്പർ എടുത്തിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുന്നതാണത്. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പരിശീലനമൊന്നും വേണ്ട. നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് മൊബൈലിൻ്റെ സ്ക്രീനും പ്രൊട്ടക്ടറും നമുക്ക് തന്നെ ഇതുപോലെ ഒട്ടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് തന്നെ ഒട്ടിക്കാതെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ മെനക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം മതി. ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്താൽ മതി. അപ്പോൾ കൂടുതൽ പ്രസ്സൊന്നും ചെയ്യരുത്. അത് നൈസ് പേപ്പർ ഉണ്ടല്ലോ, നമ്മൾ നൈസായിട്ട് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ചെളിയും മറ്റുമെല്ലാം പൊക്കോളും അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് വളരെ ഭംഗിയായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യുക എന്നാണ്. അപ്പോൾ അത് ഒട്ടിച്ച് തേച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ 2-ാം നമ്പർ പേപ്പർ എടുത്തിട്ട്, എൻ്റെ 2-ാം നമ്പർ 1-ഉം 2-ഉം പേപ്പറുണ്ട്, 2-ാം നമ്പർ പേപ്പറുണ്ട്. ഒന്നിൽ ശകലം ലിക്വിഡായിട്ട് വരുന്നൊരു പേപ്പറാണ്, രണ്ടാമത് ശകലം ഡ്രൈ ആയിട്ട് വരുന്ന പേപ്പറാണ്. ആ പേപ്പർ വെച്ച് ശരിക്കും നമ്മൾ തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ എന്തോരം നമ്മൾ തുടച്ച് വൃത്തിയാക്കുന്നോ അത്രയും നല്ല ഒരു ക്ലാരിറ്റി നമ്മുടെ ഇതിന് കിട്ടും. ശകലമെങ്കിലും പൊടി വറ്റിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കാണാനും വൃത്തികേടായിരിക്കും, അല്ലെങ്കിൽ എയർ കയറും. അത് പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റായിട്ട് ഒട്ടിച്ചില്ല എങ്കിൽ അതിനുള്ളിൽ എയർ കയറിയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വട്ടത്തിലും നീളത്തിലുമൊക്കെ എന്തോ ഒരു വെളുത്തിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഗ്ലാസ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്ലാസ് എടുക്കണം. ഗ്ലാസ്സിൽ സ്റ്റിക്കറുണ്ട്, ടെമ്പററി ഗ്ലാസ്സാണ്, സ്റ്റിക്കറുണ്ട് അല്ല. അപ്പം കമ്പനിക്കാർ തന്നെ അതിനകത്ത് ഒട്ടിച്ചപ്പോഴത്തേക്ക് ടെമ്പററി ഗ്ലാസ് ഒട്ടിച്ച സമയത്ത് എന്തോ ചെറിയൊരു പൊടി നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ചെറിയ എന്തോ ഒരു നൈസ് ഒരു പൊടി പറ്റിയിരിക്കുകയാണ്. ആ പൊടിയൊന്ന് എടുത്ത് കളയുന്നതാണ് കാണുന്നത്. ഇതിന് ശേഷം നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചേർത്ത് വെച്ച് ഒട്ടിക്കുമ്പോഴത്തേക്ക് ഇരുമൂലയും നമുക്ക് ഭംഗിയായിട്ട് കയറി ഇറങ്ങിപ്പോരും. ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും, വീണ്ടും എയർ കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 മൂല 2 മൂല കറക്റ്റായിട്ട് വെച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതുകൂടാണ്ട് നമുക്ക് ഇതിൻ്റെ ടെമ്പറേഡ് ഗ്ലാസ് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ആ ഗ്ലാസിൻ്റെ കൊടുത്ത് വരുന്ന സമയത്ത് അതിൻ്റെ കൊടുത്ത് 2 സ്റ്റിക്കർ പോലെയുണ്ട്. ആ സ്റ്റിക്കറെ കൂട്ടി നമ്മൾ അഡ്വാൻസ് നമ്മൾ ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ലെവലിൽ വെച്ചതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് തിരിച്ച് വെച്ചതിന് ശേഷം അത് പൊളിച്ചതിന് ശേഷം ഇതിലോട്ട് ഒട്ടിച്ചാലും നല്ല കറക്റ്റ് അളവിൽ വന്ന് നമുക്ക് ഒട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളത്, ഭംഗിയായിട്ട് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാലൻസ് കൂടുതൽ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഒട്ടിച്ചിട്ടുള്ള പരിചയം വെച്ച് നമ്മൾ ഒട്ടിക്കുന്നില്ലെന്നേ ഉള്ളൂ. കറക്റ്റ് സീറ്റിങ്ങിന് വേണ്ടിയിട്ട്
നമുക്ക് ആ പറഞ്ഞ രീതിയിലുള്ള സ്റ്റിക്കർ എൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഗ്ലാസ്സിൽ അഡ്വാൻസ് നമുക്കത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ആ ഗ്ലാസ് തിരിച്ച് മടക്കി ഇതേ കൊണ്ടൊന്ന് ചേർത്ത് കറക്റ്റായിട്ട് ഒട്ടിക്കാൻ പറ്റും. അങ്ങനെ ബാലൻസ് ഇല്ലാത്തവർക്ക് ഒട്ടിക്കാനുള്ള സംവിധാനങ്ങൾ കമ്പനിക്കാർ ഈ ടെമ്പറേഡ് ഗ്ലാസിൻ്റെ പാക്കറ്റിൽ നമുക്ക് അയച്ച് തരുന്നുണ്ട്. വീതി പറഞ്ഞ 3 സ്റ്റിക്കറുകളാണ്. ഇതിപ്പോൾ നമുക്ക് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ഈ വീഡിയോ കാണുന്നത്. നമ്മൾ പൂർണ്ണമായിട്ടത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടത്. പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഫിനിഷിങ് ഉണ്ട്, ശകലം പോലും എയർ കയറാതെ എല്ലാ സൈഡും നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ GoPro9 ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കി, യാതൊരു വക മാറ്റവും ഇല്ല. നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി, നല്ല കമ്പനിയുടെ തന്നെയായിട്ടുള്ള ടെമ്പറേഡ് ഗ്ലാസ് വാങ്ങിക്കുക. പോപ്പിയോ എന്ന് പറഞ്ഞുള്ള കമ്പനിയുടെയാണ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒക്കെ നമ്മൾ ടെമ്പറേഡ് ഗ്ലാസ് വാങ്ങിച്ചിരിക്കുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മളതിൻ്റെ താഴെ കൊടുക്കും. അപ്പോൾ ആദ്യത്തിൽ ഓക്കെ, താങ്ക്സ്.